ഞങ്ങളിന്ന് ഇവിടെ എടുക്കാൻ പോണത് ആക്ടിവിറ്റി ഡയഗ്രാംസ് ആണ്. ആക്ടിവിറ്റി ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ UMLലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ്. ആക്ടിവിറ്റി ഡയഗ്രാം ബേസിക്കലി ഒരു ഫ്ലോ ചാർട്ടാണ്. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്കുള്ള കൺട്രോൾ ഫ്ലോനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രാം. അതിനാണ് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുക. ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഓരോ ഓപ്പറേഷൻസ്. അതിപ്പം എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുക. മീൻസ് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യൂലേ, ആ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി, ഓർഡർ റിസീവ് ചെയ്യുന്നത് ആക്ടിവിറ്റി, അതൊക്കെയാണ് ആക്ടിവിറ്റീൻ്റെ എക്സാമ്പിൾ. ഇവിടെ കൺട്രോൾ ഫ്ലോ ഒരു ഓപ്പറേഷന് അടുത്ത ഓപ്പറേഷനിലേക്കാണ്. പിന്നെ ഈ ഫ്ലോ സീക്വൻസിലാവാം, ബ്രാഞ്ചിലാവാം, അല്ലെങ്കിൽ കൺകറൻ്റ് ആവാം. പിന്നെ ആക്ടിവിറ്റി ഡയഗ്രാം എല്ലാ ടൈപ്പിലുള്ള ഫ്ലോനെ ഡീൽ ചെയ്യും. ഈ ഫോർക്ക്, ജോയിന് അങ്ങനത്തെ എലമെൻ്റൊക്കെ യൂസ് ചെയ്തിട്ട്. ഈ ഫോർക്കും ജോയിനൊക്കെ ഞാൻ പറഞ്ഞുതരണ്ടേ. ഇനി അടുത്തത് ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പർപ്പസാണ്. ഫസ്റ്റത്തെ പർപ്പസ് ഈ ഡൈനാമിക് ബിഹേവിയർ, സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് ബിഹേവിയറിനെ ക്യാപ്ചർ ചെയ്യാൻ. പിന്നെ ഈ മെസ്സേജ് ഫ്ലോ, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്കുള്ള മെസ്സേജ് ഫ്ലോ കാണിക്കാൻ. പിന്നെ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് നാച്ചറിനെ വിഷ്വലൈസ് ചെയ്യാൻ. പിന്നെ ഈ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എൻജിനീയറിംഗ് ടെക്നിക്സ് വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടബിൾ സിസ്റ്റത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്കുള്ള ഒരു സീക്വൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ഈ പാരലൽ, ബ്രാഞ്ചഡ്, കൺകറൻറ്റ് ഫ്ലോ, ഈ ഫ്ലോസിനൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇനി അടുത്തത് ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ യൂസസ് ആണ്. ഫസ്റ്റത്തെ യൂസ് ഈ കൺട്രോൾ ഫ്ലോ, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്കുള്ള കൺട്രോൾ ഫ്ലോനെ മോഡൽ ചെയ്യാൻ. പക്ഷേ ഈ മെസ്സേജ് ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യില്ലേ. പിന്നെ ആക്ടിവിറ്റി ഫ്ലോ, ഒരു സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി ഫ്ലോ ഒന്നാകെ മോഡൽ ചെയ്യാൻ. പിന്നെ ഈ ഔട്ട്സൈഡ് ദ എക്സ്റ്റേണൽ ഡിവൈസ്, എക്സ്റ്റേണൽ ക്യൂ, പിന്നെ അതർ സിസ്റ്റം, പിന്നെ ഈ ഡാറ്റാബേസ്, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്യാനും. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ഈ ആക്ടിവിറ്റി ഡയഗ്രാം ഹൈ ലെവൽ വ്യൂവിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് യൂസേഴ്സ്, ഈ നോൺ ടെക്നിക്കൽ പേഴ്സൺസ്, അവർക്കൊക്കെ വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ലെവൽ വ്യൂവിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ യൂസ് പറഞ്ഞാൽ മോഡലിംഗ് വർക്ക് ഫ്ലോ ബൈ യൂസിങ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ട് വർക്ക് ഫ്ലോ മോഡൽ ചെയ്യാൻ. പിന്നെ മോഡലിംഗ് ബിസിനസ് റിക്വയർമെൻറ്റ് മോഡൽ ചെയ്യാൻ. പിന്നെ ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റീസ് ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ബിസിനസ് റിക്വയർമെൻറ്റ് അറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജസ്, ബിസിനസ് റിക്വയർമെൻറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. പിന്നെ ഇതുവരെ ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ ബേസിക് നൊട്ടേഷനും സിമ്പിൾസും. ഫസ്റ്റത്തേതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓർ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ ഫ്ലോ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ടിവിറ്റി ഡയഗ്രത്തിൽ ഈ ഒരു സിമ്പിളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി ഓർ ആക്ഷൻ സ്റ്റേറ്റ്, നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു സിമ്പിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണോ അത് എഴുതേണ്ടത്. ഇനി അടുത്തത് ആക്ഷൻ ഫ്ലോ, ഒരു ആക്ഷൻ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ആക്ഷൻ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഫ്ലോ, ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസിഷൻ ആൻഡ് ബ്രാഞ്ചിങ്. ഈ ഡിസിഷൻ സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു കണ്ടീഷൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ സിമ്പിൾ കൊടുക്കുക. ഇനി അടുത്തത് ഗാർഡ്. ഈ ഗാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഗാർഡ് ഈ ഒരു എഡ്ജസ് കർവ്ഡായ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗാർഡ് കൊടുക്കുന്നത്. ഇവിടുന്ന് ഡിസിഷൻ സിമ്പിളിന് ട്രൂ ആയിട്ടുള്ള കണ്ടീഷനാണ് ഗാർഡിലേക്ക് പോവുക.
ഇനി അടുത്തത് ഫോർക്ക് നോഡാണ്. ഈ ഫോർക്ക് നോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഫ്ലോനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കൺകറൻറ്റ് ഫ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് നോഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ആക്സെപ്റ്റ് ടൈം ഇവൻ്റ് ആക്ഷൻ. ഈ ഒരു ടൈം ഇവൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ചില സമയത്ത് പെട്ടെന്ന് ഈ ഫ്ലോക്കൊന്ന് ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ഇവൻ്റ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കൊക്കെ സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്ക് OTP വരാനുണ്ടാവില്ലേ. ആ ഒരു OTPക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു 30 seconds ഒക്കെ വെയിറ്റ് ചെയ്യൂലേ. അവിടെയാണ് നമ്മൾ ഈ ടൈം ഇവൻ്റ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇൻ്ററപ്റ്റിംഗ് എഡ്ജ്. ഇൻ്ററപ്റ്റിംഗ് എഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്ററപ്ഷന് വേണ്ടിയാണ്. ചില സമയത്ത് നമുക്കിപ്പം ക്യാൻസൽ ചെയ്യാനൊക്കെ വേണ്ടി വരില്ലേ, ഈ ഫ്ലോനെ ക്യാൻസൽ ചെയ്യാനൊക്കെ അവിടേക്കാണ് ഇൻ്ററപ്റ്റിംഗ് എഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തേതാണ് ഫൈനൽ സ്റ്റേറ്റ് ഓർ എൻഡ് പോയിൻ്റ്. ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മളൊരു ആക്ടിവിറ്റി ഡയഗ്രാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്ലോ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ സ്റ്റോപ്പ് എന്ന് കൊടുക്കൂലേ, അവിടെ അതിന് പകരമാണ് ഇവിടെ ഈ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുക്കുന്നത്. ഇനി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ആക്ടിവിറ്റി ഡയഗ്രാം, എന്തൊക്കെയാണ് ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പർപ്പസ്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, പിന്നെ ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ യൂസസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നോക്കാൻ പോണത്. ഈ ആക്ടിവിറ്റി ഡയഗ്രാം തന്നെ ബേസിക്കലി ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലാണ്, പക്ഷേ ശരിക്കും അതൊരു ഫ്ലോ ചാർട്ടല്ല. ഈ ഫ്ലോ ചാർട്ടായിട്ട് ആക്ടിവിറ്റി ഡയഗ്രാം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ടിവിറ്റി ഡയഗ്രത്തിന് കുറച്ചും കൂടി ക്യാപ്പബിലിറ്റീസ് കൂടുതലാവും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചിങ്, പാരലൽ ഫ്ലോ, ഇൻലൈൻ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സ്ട്രാ ക്യാപ്പബിലിറ്റീസ് ഫ്ലോ ചാർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി തന്നെയാണ്. പിന്നെ ഈ ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അസോസിയേഷൻസ്, കൺസ്ട്രെയിൻസ്, കണ്ടീഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ബിഫോർ ഡ്രോയിങ് ആൻ ആക്ടിവിറ്റി ഡയഗ്രാം വി ഷുഡ് ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് എലമെൻറ്റ്സ്. ഈ ഫോളോയിങ് എലമെൻറ്റ്സ് ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ്, എന്താണ് ആക്ടിവിറ്റി, അത് കഴിഞ്ഞാൽ അതിൻ്റെ അസോസിയേഷൻസ്, പിന്നെ കണ്ടീഷൻസും കൺസ്ട്രെയിൻസും. ഈ അബോവ് മെൻഷൻഡ് പാരാമീറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിൽ ഒരു ലേഔട്ട് ഉണ്ടാക്കണം. ഈ ഒരു ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ മെൻ്റലായിട്ടുള്ളൊരു ലേഔട്ട്. ഇനി ഈ മെൻ്റലായിട്ടുള്ള ലേഔട്ടാണ് ഒരു ആക്ടിവിറ്റി ഡയഗ്രമായിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാമിൻ്റെ എക്സാമ്പിളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത് മറ്റേ ആക്ടിവിറ്റി ഡയഗ്രാമിൻ്റെ എക്സാമ്പിളാണ്, ഇത് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ. അപ്പം ഈ ഡയഗ്രാമിൽ കണ്ടീഷൻസ് അനുസരിച്ചാണ് ഇത് 4 ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഡയഗ്രാം നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഇത് ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബിസിനസ് യൂസേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇത് ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ബിസിനസ് മാൻ ആണല്ലോ. അപ്പം അങ്ങനെ കുറേ ബിസിനസ് യൂസേഴ്സായിരിക്കും ഇത് യൂസ് ചെയ്യുക. അപ്പം ഈ ഡയഗ്രാമില്ലേ, ആക്ടിവിറ്റി ഡയഗ്രാം, അത് മെയിനായിട്ട് 4 ആക്ടിവിറ്റീസാണ് ഇതിനുള്ളത്. ഇത് വരയ്ക്കുക, ഡയഗ്രാം വരയ്ക്കുക മെയിനായിട്ട് 4 ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ്. ഫസ്റ്റത്തെ എന്താ വെച്ചാൽ സെൻഡ് ഓർഡർ ബൈ കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമറാണ് ഓർഡർ സെൻഡ് ചെയ്യുക. പിന്നെ ഓർഡറിൻ്റെ റെസിപ്റ്റ് ഓഫ് ദ ഓർഡർ, പിന്നെ ഓർഡർ കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓർഡർ തന്നെ ആദ്യം നമ്മൾ ഓർഡർ സെൻഡ് ചെയ്യും, പിന്നെ അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കൺഫേം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക. അതാണ് ഈ 4 ആക്ടിവിറ്റീസ് മെയിനായിട്ടുള്ളത്. ഇതിപ്പോൾ അവർക്കിപ്പോൾ ഈ ഓർഡർ റിക്വസ്റ്റ് കണ്ടീഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓർഡർ നോർമൽ ഓർഡറാണോ അതോ സ്പെഷ്യൽ ഓർഡറാണോ എന്ന് അവർ ചെക്ക് ചെയ്യും. ആദ്യം അവരിതാണ് ചെക്ക് ചെയ്ത് നോർമൽ ഓർഡറാണോ സ്പെഷ്യൽ ഓർഡറാണോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓർഡർ എന്താണെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം
അത് ഡിസ്പാച്ച് ചെയ്യും. ഡിസ്പാച്ച് ആക്ടിവിറ്റി അവർ പെർഫോം ചെയ്യും. അതാണ് ഇത് ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനലായിട്ടുള്ള പ്രോസസ്സ്. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി ഡയഗ്രാമിൻ്റെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തൂലേ, അപ്പം അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് ഇത് വരച്ചത്. സെയിം ഇവിടെ ഫ്ലോ ചാർട്ട് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതവർ കുറേ ഇതായിട്ട് ഇങ്ങനെ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഈ സ്റ്റാർട്ടിങ്ങുള്ള ആ റൗണ്ട് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഓവലിൽ സ്റ്റാർട്ട് കൊടുക്കൂലേ, ആ സംഭവം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യണ പോയിൻ്റാണത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഈ ഡയമണ്ടിൻ്റെ ഇതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഓർഡർ കൊടുക്കാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണ്. അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു സൈറ്റ് കയറി, ഇപ്പോൾ ആമസോണിലാണെങ്കിൽ ആമസോണിൻ്റെ സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും, ബ്രൗസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ സെർച്ച് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഓർഡർ നമുക്കിപ്പോൾ ഒരു ഷൂ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് അറിയില്ല, ഏത് കളർ വേണം എന്ത് വേണമെന്നുള്ളത് നമ്മൾ തപ്പിയിട്ട് കണ്ടുപിടിക്കണ ആ ഒരു പ്രോസസ്സിനാണ് എന്ത് സെർച്ച് എന്ന് പറയുക. ബ്രൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇത് നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരു സാധനം അത് ഏത് മോഡൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ആ മോഡൽ ചെയ്ത് നമ്മൾ നേരെ ആ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ സാധനം പർട്ടിക്കുലർ സാധനം എടുക്കണതിനാണ് ഇത് ബ്രൗസ് ചെയ്യാന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ സെർച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം സെർച്ച് ചെയ്ത് എന്താ പറയുക, നമുക്ക് തന്ന ഐറ്റം നമുക്ക് കിട്ടിയിട്ട് ഇത് സെർച്ച് ചെയ്ത ഐറ്റം നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു ഫോണാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോൺ, ആ എന്താ പറയുക, ആ ഒരു സൈറ്റിലുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടി, ഇത് കാണിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ട് പിന്നെ ആ സെർച്ചിൽ അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം വ്യൂ ചെയ്യാം. അതേപോലെ തന്നെയാണ് ബ്രൗസിങ്ങിലും. അപ്പോൾ ബ്രൗസ് ചെയ്തിട്ട് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്ത ഐറ്റം വരും, ആ ഐറ്റം നേരെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ആ ഐറ്റംസൊക്കെ വ്യൂ ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആ സാധനം വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാറുള്ള ആ ഒരു സംഭവമാണ് ഇത്. ആ ലാസ്റ്റുള്ള മെയ്ഡ് ഡിസിഷൻ എന്ന് പറയുന്നത് അവിടെ കാണിക്കുന്നത്. നമുക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ബ്രൗസ് ചെയ്യാനോ സെർച്ച് ചെയ്യാനോ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഡിസിഷൻ എടുത്ത് നമുക്ക് ഈ സാധനം വേണം എന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, നേരെ കാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ കാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് കാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് സംഭവം കാർട്ടിലേക്ക് പോയി അടുത്ത് കാട്ടെന്ന് കാണിച്ചില്ലേ, സംഭവം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പഴയ പോലെ തന്നെ ഇത് അടുത്ത സാധനം വേണമെങ്കിൽ അടുത്തെന്ത് സെർച്ച് ചെയ്യാം, പഴയ പോലെ തന്നെ ഇത് സെർച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ കാർട്ട് വ്യൂ ചെയ്യാം. നമുക്ക് ആ കാർട്ട് ചെയ്ത് നമുക്ക് സാധനം നമ്മൾ കാർട്ടിലിട്ട സാധനം നമുക്ക് വ്യൂ ചെയ്തിട്ട് സാധനം നമുക്ക് വേണമെങ്കിൽ ഷിപ്പ് ചെയ്യാം. കാർട്ടിലേക്ക് ഇട്ട സാധനം നമുക്ക് സാധനം ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നും കൂടെ എന്താ പറയുക, സാധനം ഇത് മാറ്റം ഉണ്ടെങ്കിൽ ആ സാധനം പോയി അപ്ഡേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കൊണ്ടുവന്ന് മുന്നോട്ട് പോകാം. ആ സാധനം നമുക്ക് ഷിപ്പ് ചെയ്യാൻ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സാധനം ബ്രൗസ് ചെയ്യാനോ സെർച്ച് ചെയ്യാനോ പോവാം. നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ കണ്ട സാധനം നമുക്ക് മതി, എന്താ പറയുക, നമ്മളിപ്പം കണ്ടിട്ട് അപ്പോൾ നമുക്ക് വേണ്ട പോലെ നമുക്ക് ഓർഡർ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇതാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സാധനം നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഷിപ്പ് ചെയ്യാൻ കൊടുത്താൽ ഇത് സംഭവം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാന്നുള്ളൊരു ഇതില്ലേ, അത് കൊടുക്കാന്ന് വെച്ചാൽ ഈ ഏരോ മാർക്കില്ലേ, എന്താ പറയുക, സി എന്നുള്ളത്. ആ സി എന്ന് പറഞ്ഞാൽ നേരെ എന്താ പറയുക, നമ്മൾ ഈ പ്രൊസീഡ് ചെക്കൗട്ടില്ലേ അവിടെയാണ് വരിക. നമുക്ക് സാധനം മതി എന്നുണ്ടെങ്കിൽ നേരം പോയി ചെക്കൗട്ടിലേക്ക് കൊടുത്തിട്ട് സാധനം ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത് എൻഡിങ് വരിക. ഈ സി എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ വരുന്നത് അതാ, സിയിലേക്കാണ് കാണിക്കുന്നത്. സി ആണ് ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ എൻഡിങ് താഴത്ത് കാണിക്കുന്നത്. മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എൻ്റെ അവിടെ കണ്ടില്ലേ, എൻ്റെ അവിടെ നിന്ന് ഒരു ഏരോ മാർക്ക്, അതെന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മളെ ഷോപ്പിംഗ് കാർട്ടില്ലേ, നമുക്കത് എന്താ പറയുക, വ്യൂ ചെയ്യാനാണ്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ള സാധനം കാണിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഇവിടെ ബി എന്നുള്ളത് കാണിച്ചല്ലോ. ബി എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടുന്ന് ഷിപ്പിംഗ് കാർട്ടിൻ്റെ അവിടുന്ന് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അടുത്ത സാധനം സെർച്ച് ചെയ്യാനാണ്, കാർട്ടിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സെർച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നമുക്കിപ്പോൾ വ്യൂ നമ്മളിതേപോലെ ഇത് ഷിപ്പിംഗ് കാർട്ട് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഇതിപ്പോൾ വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ബ്രൗസ് ചെയ്യാൻ വേണ്ടി പോവാം. അതാണ് നേരെ വീലേക്ക് കാണിക്കുക. അതാണ് നേരെ ഈ വീഡിയോ കൂടെ മേലേക്ക് സെർച്ചിൻ്റെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ സാധനം നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതൊരു ഫ്ലോ ചാർട്ടായിട്ട് ഇത് നമുക്ക് കാണിച്ചു തന്നെ അത്രയും ഉള്ളത്.